ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. എന്നെ പോലെ തന്നെ ഇത് കഴിക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാനിപൂരി കിട്ടും. അതുപോലെ തന്നെ 2 പാനിയും കൂടി നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഒരു പിടി മല്ലിയില അതുപോലെ തന്നെ ഒരു പിടി പുതിനയില ചേർത്ത് കൊടുക്കുക. നമുക്ക് സ്പൈസി പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം, ഏകദേശം ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മളിതിൽ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള പാനിയും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള പാനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഈ 2 പച്ചമുളക് ഭയങ്കര എരിവുള്ള പച്ചമുളകൊന്നും അല്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഇലയൊക്കെ നരഞ്ഞതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പാനി മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ചില ആൾക്കാർക്ക് സ്വീറ്റ് ആയിട്ടുള്ള പാനിയായിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ ഈ പാനിപ്പൂരി പല രീതിയിലും ചെയ്യാറുണ്ട്. ഫില്ലിങ് തന്നെ വെറൈറ്റി ഫില്ലിങ്സ് ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടില്ല, പക്ഷെ നല്ല എല്ലാവരുടെയും നമ്മൾ ഒരുവിധം കാണുന്ന ഒരു ടൈപ്പ് ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ പാനി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. ചാറ്റ് മസാല എന്തായാലും ഉണ്ടെങ്കിലാണ് നമുക്ക് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ പാനിയിലേക്ക് നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം വേണ്ടി വരും ഈ പാനിയിൽ. അത് നോക്കിയിട്ട് നമ്മൾ ചേർക്കണുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഓരോരുത്തരുടെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാനി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കട്ടിയായിട്ടല്ല ഉണ്ടാവുക, നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെള്ളം ഉണ്ടാവുക. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഈ പാനിയിൽ. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 2 അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കഴിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതവിടെ ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും 2 ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞിങ്ങനെ പേസ്റ്റ് മാതിരിയൊന്നും ആവണ്ട, ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാളയാണെങ്കിൽ പകുതി മതി. പിന്നെ അതുപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എരിവിന് നിങ്ങൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം ഞാൻ കുറച്ച് കുട്ടീസൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളകും അല്ലെ 1.5 പച്ചമുളകൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത പാനി ഉണ്ടാക്കാം. ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യണം കേട്ടോ. കാരണം ഏറ്റവും അവസാനം നമ്മൾ കുഴക്കലും പരത്തലും ഒക്കെ ചെയ്യണുള്ളൂ. അതിന് മുമ്പ് ഇതെല്ലാം റെഡിയാക്കണം. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മളിതേ പാനിയാണ് ഇനി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സ്പൂണ് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ പാനി മൊത്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണിക്കുമ്പോൾ പകുതിയിൽ മാത്രം ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. മുഴുവൻ ശർക്കരയും മുഴുവൻ പുളിവെള്ളം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം കൂടുതൽ ഇവിടെ എല്ലാവർക്കും സ്വീറ്റ് ആയിട്ടുള്ള പാനിയാണ് ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾ പുളിവെള്ളം ചേർക്കുന്നതിനനുസരിച്ച് അത് നോക്കിയിട്ട് മാത്രം ശർക്കര ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എരിവിന് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ശരിക്കും ഈ പാനിപൂരിയുടെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ചാറ്റ് മസാലയാണ് കേട്ടോ.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് പുളിയോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം ഇതേപോലെ കട്ടിയിൽ കുടിക്കില്ല, കുറച്ചും കൂടി എന്താ പറയുക വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ലൂസാക്കിയിട്ടാണ് നമ്മൾ പാനിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 ഗ്ലാസ് പാനി ഞാൻ ഒഴിച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പാനി റെഡിയായി. അപ്പോൾ എല്ലാം റെഡിയാക്കി അവിടെ ഫ്രിഡ്ജിലേക്കോ അല്ലെങ്കിൽ പുറത്തോ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ വറുത്തതോ വറക്കാത്തതോ ഏത് റവയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പകുതിയായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് പൗഡർ മാതിരി ആവരുത്, അപ്പോൾ നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ചെറിയ തരികൾ ഉണ്ടാവണം. എല്ലാം പൊടിച്ചെടുത്ത് ഞാൻ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികൾ നമ്മൾ ഇത്രയൊക്കെ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്നത് സാധാ വെള്ളത്തിൽ തന്നെയാണ്. നമ്മൾ സാധാരണ കുഴക്കുന്ന പോലെ നമ്മൾ പൂരിക്കൊക്കെ കുഴക്കില്ല, അതേപോലെ തന്നെയാണ് കുഴക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇത് റവ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര സിമ്പിളായിട്ട് നമുക്കിത് കുഴക്കാനും പരത്താനും ഒന്നും പറ്റില്ല. കുറച്ചൊന്നും എന്താ പറയുക മിക്സ് ചെയ്യാനും ഇതിനൊക്കെ കുറച്ചൊന്നും സമയമെടുക്കും. അപ്പോൾ നല്ലപോലെ ഇത്തിരിയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കാരണം നമ്മൾ മൈദയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറച്ച് സമയം അധികം നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോവുകയും ചെയ്യരുത്. നല്ല പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിനി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളത് 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വെച്ചതിനേക്കാളും സോഫ്റ്റായിട്ട് ഉണ്ടാവണം മാവ്. അപ്പോൾ ഇതെന്തായാലും ഞാനിനി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നേരത്തേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 പീസാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും പരത്താൻ. നിങ്ങൾക്ക് ഒരുമിച്ച് പരത്തുന്നതിന് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ അങ്ങ് പരത്തിയാൽ മതി. കാരണം നമ്മൾ ഇതൊന്ന് കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റില്ല. കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ടൊക്കെ ഒന്ന് പരത്തേണ്ടി വരും. കാരണം കുറച്ച് ടൈറ്റായിട്ടാണ് ഉണ്ടാവുക, നമ്മുടെ സാധാ ഒരു മാവ് പോലെ അല്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കിയിട്ടും പരത്തരുത്, ഒരുപാട് കട്ടിയാവാനും പാടില്ല. കാരണം നമുക്കിത് പൊങ്ങി വരണമെങ്കിൽ ചെറിയൊരു തിക്നെസ് വേണം. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ ഏകദേശം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന അടപ്പിനനുസരിച്ചിരിക്കും നിങ്ങളുടെ പാനിപ്പൂരിയുടെ വലിപ്പം. ഒരുപാട് വലുതായിക്കാൻ നമുക്ക് ഒറ്റ ബൈറ്റിൽ കഴിക്കാൻ പറ്റില്ല. ചെറിയ അടപ്പാകുമ്പോൾ നമുക്ക് ഒറ്റ ഇടൽ വായിലോട്ടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി. കാരണം നമ്മൾ അങ്ങനെയല്ലേ പാനിപ്പൂരി കഴിക്കണേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് എന്തെങ്കിലും ഒരു പൊടി ഇട്ടിട്ടൊന്ന് മാറ്റുക, പൊടിയോ ഓയിലോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് മാറ്റുക. ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് ഫ്രൈ ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ വെച്ചിട്ട് നല്ല ചൂട് വേണം ഓയിലിന്, അത് നിർബന്ധമാണ്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ 1 or 2 ഒക്കെ ഇട്ടിട്ടേ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി നോക്കാൻ സമയം കിട്ടില്ല. അത് പൊങ്ങി വരുമ്പോൾ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും. എന്നിട്ട് ആ ഒരെണ്ണം പൊങ്ങിയിട്ട് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അടുത്തത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 എണ്ണമൊക്കെ ഇട്ടിട്ട് എപ്പോഴാണ് ഫ്രൈ ചെയ്ത് കഴിയാമെന്ന്. സംഭവം വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒത്തിരി സമയമൊന്നും എടുക്കില്ല ഫ്രൈ ചെയ്ത് വരുമ്പോൾ. നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ 3-4 എണ്ണമൊക്കെ ഇടാം. പക്ഷെ അത്രയും സ്പീഡ് വേണം എടുക്കാനും ഇതാക്കാനൊക്കെ ആയിട്ട്. കാരണം പെട്ടെന്ന് ഇതങ്ങ് കളറ് മാറും. അപ്പോൾ ഞാനിത് ആദ്യത്തെ ബാച്ച് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂട് വേണം. ഇടുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ പൂരി പൊരിച്ചെടുക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ചെറുതാണെന്ന് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ.
ഇത് കുറേ നേരം തന്നെ നമുക്കിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാനിയും അതുപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ സെർവ് ചെയ്യാം. കാരണം എപ്പോഴും ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാനിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇത് സ്പൈസി ആയിട്ടുള്ള പാനിയാണ്. നിങ്ങൾക്ക് സ്വീറ്റ് ആയിട്ടുള്ള പാനി ഇഷ്ടമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ് പാനി വെച്ചിട്ട് കഴിക്കും. ഇനി രണ്ടും മിക്സ് ചെയ്ത് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫില്ലിംഗ് വെച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെക്കൂട്ടെ. എനിക്ക് കുറച്ച് കൂടുതൽ ഫില്ലിങ്സ് ഉള്ളതാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വീറ്റ് പാനിയിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പാനിപ്പൂരിക്ക് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.